അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മദ്യ സൽക്കാരം ഉണ്ടായി. ഒരാൾ കുട്ടിക്കാലം മുതലേ കവിത എഴുതുന്ന ആളാണ്, മറ്റേയാൾ കുട്ടിക്കാലം മുതലേ കശുവണ്ടിയൊക്കെ പെറുക്കി വിറ്റ് ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളാണ്. മദ്യത്തിൻ്റെ ലഹരിയിൽ രാത്രി പൗർണമി ഉദിച്ചു വന്നപ്പോൾ എന്താ നിലാവ്, തല പെരുക്കുന്നത് പോലെ നിലാവ് കണ്ടിട്ടെന്ന് പറഞ്ഞു. ഉടനെ മറ്റേയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് എന്താ കാര്യം, നിലാവത്ത് കൊപ്പറ ഉണങ്ങൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ്സുകാരൻ നിലാവിനെ കാണുന്നത് കൊണ്ട് എന്ത് ഗുണം, അതുകൊണ്ട് കൊപ്പറ ഉണങ്ങൂലല്ലോ എന്നാണ്. കവിയാകട്ടെ തല മതിക്കുന്ന, തല പെരുക്കുന്ന മട്ടിൽ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യാനുഭവമായിട്ടും നിലാവിനെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ 2 ഇരട്ടക്കുട്ടികളിൽ ഒരാളെങ്കിലും പൊട്ടിക്കരഞ്ഞല്ലോ. മലയാളത്തിൽ അത് മതി. നമ്മുടെ 50% പേർക്ക് കവിത വായിച്ചാൽ ആസ്വദിക്കുന്ന കഴിവുണ്ടെങ്കിൽ അത് മതി മലയാളം രക്ഷപ്പെടാമെന്ന്. റഫീഖ് അഹമ്മദ് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലയാള കവിതയുടെയും ഗാനശാഖയുടെയും മുമ്പുണ്ടായിരുന്ന പ്രതാപം അസ്തമിച്ചു തുടങ്ങി എന്ന് എല്ലാവരും ഖേദിച്ചുകൊണ്ടിരുന്നൊരു ഘട്ടത്തിൽ കാലം നിയോഗിച്ചു തന്നതുപോലെ പ്രത്യക്ഷപ്പെട്ട ഒരു കവിയാണ്